ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഈ ചാനലിൽ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് നമുക്ക് എങ്ങനെ നല്ലൊരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാം. നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ പെട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ കരകയറാം, എങ്ങനെ നല്ലൊരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാം, നല്ലൊരു ബിസിനസ് ബിൽഡ് ചെയ്യാം, നല്ലൊരു ലൈഫ് ഉണ്ടാക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് മേജറായിട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ കൂടി സംസാരിക്കുന്നത്. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാ വീക്കിലും നമ്മളൊരു വീഡിയോ ചെയ്യാറുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ആദ്യം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഒരുപാട് മുന്നോട്ട് ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് നമുക്ക് തോന്നുക നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ചില തീരുമാനങ്ങൾ തെറ്റായി എടുത്തിട്ടുണ്ടാവും, ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വൈകി പോയിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ കാരണം കൊണ്ട് ലൈഫ് കുറച്ചും കൂടി മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ ഇതൊക്കെ ഒന്ന് റിയലൈസ് ചെയ്യുക. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കും, പല അവസ്ഥകളും നമ്മളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്ന് കുറച്ചും കൂടി നന്നാവുമായിരുന്നു എന്നൊക്കെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിലൊന്നും ഒരു തെറ്റില്ല. കാരണം നമ്മുടെ ഒരു വിഷമ ഘട്ടത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ ഒരു തെറ്റില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ ആദ്യം ചെയ്യുക, നമ്മൾ ചിലരെയൊക്കെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കും. അയാൾ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ എൻ്റെ കുടുംബമാണ്, അല്ലെങ്കിൽ മറ്റൊരാളാണ് എന്നൊക്കെ നമ്മൾ സ്വയം കുറ്റപ്പെടുത്തി ജീവിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിൽ നിന്ന് മനസ്സ് പെട്ടെന്ന് നമ്മൾ തടയും. നമ്മളാണ് ഇതിൻ്റെ കാരണമെന്ന് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിന് കഴിയില്ല. അങ്ങനെ ഫസ്റ്റ് നമ്മൾ കുറേ പേരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കും. ചിലരെന്ത് ചെയ്യും, അവിടെ കിടന്ന് കുറ്റപ്പെടുത്തുന്നത് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ അവർ അവിടെ നിന്ന് എഴുന്നേൽക്കില്ല. അവർ കുറ്റം പറഞ്ഞുകൊണ്ടേ കുറേ കാലം അങ്ങനെ ജീവിക്കും. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നില്ല. നിങ്ങളുടെ ജീവിതം അതേപോലെ തന്നെ ആയിരിക്കും. കാരണം കഴിഞ്ഞ കാലത്തെ നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. പക്ഷെ നിങ്ങളുടെ ഭാവി ജീവിതത്തെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. അതിൻ്റെ ഒരു നിയന്ത്രണം നിങ്ങളുടെ കയ്യിലായിരിക്കും. സോ രണ്ട് വിഭാഗം, ഒന്ന് അവിടെ കിടന്ന് കുറേ നാൾ കുറ്റം പറഞ്ഞ് അവരിങ്ങനെ ജീവിക്കും. പക്ഷെ ചില ആളുകൾ പതുക്കെ എഴുന്നേൽക്കും. അവർ നടക്കാൻ ശ്രമിക്കും. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം ജീവിതത്തിൽ സ്റ്റേബിൾ ആവാൻ. ചിലർ ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ ഉണ്ടാവാം. സോ അവർ അതൊക്കെ ബിൽഡ് ചെയ്തെടുക്കണം. സ്ലോലി മല്ലേ അവർക്ക് ടൈം ഒരുപാട് കഴിഞ്ഞു പോയവരുണ്ടാവാം. പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മൾ പതുക്കെ എഴുന്നേറ്റ് പതുക്കെ നടക്കും. ചെറിയ രീതിയിലൊക്കെ ഒന്ന് മാറ്റം വരും തുടങ്ങും. സോ ആ സമയത്തുമ്പോഴേക്കും അവർ റിയലൈസ് ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ മറ്റുള്ളവരല്ല ഇതിൻ്റെ കാരണം. എല്ലായ്പ്പോഴും ചില ആളുകൾ നമ്മുടെ പിറകിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആരും മറ്റുള്ളവരെ ഫോഴ്സ് ചെയ്ത് ഒരു തീരുമാനങ്ങളും എടുക്കാതിരിക്കുക. സോ അവിടെ നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നതെങ്കിലും ആദ്യം നമുക്ക് അതുകൊണ്ട് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാവാമെന്ന് ചിന്തിക്കണം. എനിവേ നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാലും ആ ഒരു പ്രശ്നം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. ആരെയും കുറ്റം പറഞ്ഞിട്ട് നമ്മൾ ജീവിച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെ സംഭവിച്ചു. ഇനി മാറ്റങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമ്മൾ ഈ പതുക്കെ നടക്കുന്ന തുടങ്ങുമ്പോൾ അതൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യും. നമ്മൾ തന്നെയാണ്, നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. ഒരു വിക്ടിം അല്ല എന്ന് നമുക്ക് തോന്നും. നമ്മൾ ഒരിക്കലും വിക്ടിം ആവരുത്. നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്ത് തീരുമാനമാണ്. സോ അങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുക. സോ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തിയിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കും. കാരണം ജീവിതം മാറ്റം കഴിയുന്ന ഏറ്റവും വലിയ ശക്തി നിങ്ങളിലുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രധാന ടോക്ക് ഇതാണ്. നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക. നിങ്ങൾ പതുക്കെ നടക്കാൻ തുടങ്ങുക. എല്ലാം ബിൽഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. സോ ഇതാണ് ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ടോക്ക്. നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.